ഹായ്, നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശിവദാസൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വാസ് വേർ എന്നുള്ള ഹെൽപ്പിംഗ് വെർബിൻ്റെ ഉപയോഗമായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സിംഗുലർ കർത്താവായിട്ട് വരുമ്പോൾ വാസ് ഉപയോഗിക്കാനും വെർബിനോട് കൂടെ എഞ്ച് ചേർക്കാനുമാണ് പറഞ്ഞത്. കർത്താവ് ഒന്നിലധികമാവുമ്പോൾ, ബഹുവചനമാവുമ്പോൾ അതിനുശേഷം വരുന്ന ക്രിയ ഏതാണോ ക്രിയ അതിനോടുകൂടെ മുമ്പ് വേറെ ചേർത്ത് വെർബിനോട് കൂടെ ING ചേർക്കുക. ഒന്നും കൂടി പറയാം. കർത്താവ് ഏകവചനമാകുമ്പോൾ അതിനുശേഷം വാസ് ചേർത്ത് വെർബിൻ്റെ പ്രസന്റ് രൂപത്തിനോട് കൂടെ ING ചേർക്കുക. ഗൗതം വാസ് റൈറ്റിംഗ്. ഗൗതം ഏകവചനമാണ്, അതുകൊണ്ട് വാസ് ചേർത്തു. എന്നിട്ട് വെർബിൻ്റെ പ്രസന്റ് രൂപമായ റൈറ്റിനോട് കൂടെ ING ചേർത്തു. ഗൗതം വാസ് റൈറ്റിംഗ്. അർത്ഥം വരുന്നത് ഗൗതം എഴുതുകയായിരുന്നു, ഗൗതം എഴുതിക്കൊണ്ടിരുന്നു. ബഹുവചനമാവുമ്പോൾ ഗൗതം ആൻഡ് മാധുരി വേർ റൈറ്റിംഗ്. രണ്ടുപേരാണ്, ഒന്നിലധികമാണ്, രണ്ടുപേരാണ്, ബഹുവചനമാണ്. ഒന്നിലധികമാണ് ബഹുവചനം, രണ്ടെണ്ണമെന്നില്ല, 3 ആയാലും 30 ആയാലും ഒന്നിലധികമായ ബഹുവചനമായി. അപ്പോൾ ഗൗതം ആൻഡ് മാധുരി വേർ റൈറ്റിംഗ്. വേർ ചേർത്തു, ബഹുവചനം ആയതുകൊണ്ട് റൈറ്റ് എന്നുള്ള വെർബിനോട് കൂടെ ING ചേർത്തു. ഇതാണ് ഇതിൻ്റെ നിയമം. ഇതിൽ നമ്മൾ ചോദ്യം ഉണ്ടാക്കാനും പഠിച്ചു. വാസിനെയും മറ്റുള്ള ടെൻസിൽ ചെയ്ത പോലെ തന്നെ വാസിനെയും വേറിനെയും മുന്നിൽ കൊണ്ടുവന്നിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിച്ചു. അതിന് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനും പറഞ്ഞിരുന്നു. നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലത്തെ പോലെ ഈസ് നോട്ട് റൈറ്റിംഗ്, ഇവിടെ വാസ് നോട്ട് റൈറ്റിംഗ്, വേർ നോട്ട് റൈറ്റിംഗ് എന്നായി മാറും. ഇനി എക്സെപ്ഷൻ ഉള്ള 4 അറിയാലോ. സബ്ജക്റ്റ് ഐ, വി, യു. ഇതിന് എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ തനിയെ പഠിക്കുന്നത് കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് ഇത് സിംഗുലർ ആണോ, ഐ യു സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കണ്ട. ഈ 4 ഇങ്ങനെയാണെന്നാണ് പഠിച്ചു വെക്കുക. അപ്പോൾ സബ്ജക്റ്റ് ഐ ആയിട്ട് വരികയാണെങ്കിൽ ഐ വാസ് റൈറ്റിംഗ്, ഐ വാസ് നോട്ട് റൈറ്റിംഗ്. അതിന് ചോദ്യം ഉണ്ടാക്കുമ്പോൾ വാസ് ഐ റൈറ്റിംഗ്. ഇനി വീണ്ടും ഒരു ചോദ്യം, വാസിൻ്റെ ഐ റൈറ്റിംഗ്. എഴുതിക്കൊണ്ടിരിക്കുന്നതായിരുന്നില്ലേ ഞാൻ എഴുതുകയായിരുന്നില്ലേ. എഴുതിക്കൊണ്ടിരിക്കുക എന്നല്ല, ഞാൻ എഴുതുകയായിരുന്നില്ലേ. ഐ വാസ് റൈറ്റിംഗ്, ഞാൻ എഴുതുകയായിരുന്നു. അപ്പോൾ എഴുതുകയായിരുന്നില്ലേ, ഈ രീതിയിലുള്ള ചോദ്യമാണ് വരേണ്ടത്. എങ്ങനെയാണോ ആൻസർ അതുപോലെ തന്നെയാണ് ചോദ്യം വരേണ്ടത്. ആയിരുന്നു, ആയിരുന്നില്ലേ, ആയിരുന്നോ, ഇത് രീതിയിലാണ് വരേണ്ടത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകൂടി അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി പാസ്റ്റിലെ തന്നെ ഇത് പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. എഴുതുകയായിരുന്നു, പറയുകയായിരുന്നു, എഴുതി. ഇനി എഴുതിയിട്ടുണ്ടായിരുന്നു, അതും പാസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉണ്ടായിരുന്നു, അതിന് നമ്മൾ ഹേഡാണ് ഉപയോഗിക്കുക. ഹേഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. തനിയെ ഹേഡ് എന്നൊന്നും പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായിരുന്നു ഉള്ളതിന് വെറും ഹേഡ് എന്നൊന്ന് ഉപയോഗിച്ചാൽ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം വരില്ല. അപ്പോൾ ഉണ്ട് എന്നുള്ളതിന് നമ്മൾ ഹാസും ഹാവും ഉപയോഗിക്കാറുണ്ട്. ഹാസും ഹാവും. അപ്പോൾ നമ്മൾ മേശപ്പുറത്തൊരു പുസ്തകം കണ്ടിരിക്കുന്നതിന് ഹാസും ഹാവും ഉപയോഗിച്ചിട്ട് അത് പറയാൻ നമുക്ക് കഴിയില്ല. അവിടെ നമ്മൾ ദേറീസ് എന്ന് പറയണം. ദേറീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉണ്ട്. ദേർ ആർ, അതിൻ്റെ അർത്ഥം ഉണ്ട് തന്നെയാണ്. അപ്പോൾ എന്തിനാ 2 നമ്മൾ ചോദിക്കും. ദേറീസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാനും ഒന്ന് ബഹുവചനമായിട്ടും ഉപയോഗിക്കാനാണ്. അപ്പോൾ കുറേ ആൾക്കാർ കൂട്ടത്തിൽ നിൽക്കുകയാണ് എങ്കിൽ നമ്മൾ പറയണം കുറേ ആൾക്കാരുണ്ട്, അത് ബഹുവചനമാണ്. അപ്പോൾ ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ അവിടെ നമ്മൾ ദർ ആർ ഉപയോഗിച്ചു. ഇനി ഒന്നിനെ കുറിച്ചാണ് പറയുകയാണെങ്കിൽ ദർ ഈസ് എ പെൻ, ഒരു പെന്ന് ഓൺ ദ ടേബിളിൻ്റെ മേശയുടെ മുകളിൽ ഒരു പേനുണ്ട്. അപ്പോൾ ആ ദേർ ഈസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് അർത്ഥം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അത് ദേർ ആർ എന്ന് വേറെ ഉണ്ട്. ദേർ ഈസ് എന്നുള്ളത് സിംഗുലറും ദേർ ആർ എന്നുള്ളത് പ്ലൂറലുമാണ്. അപ്പോൾ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഒരിക്കലും തനിയെ വരുമ്പോൾ ഹാസും ഹാവും ഉപയോഗിക്കാൻ പാടില്ല. ഐ ഹാവ് എ പെൻ, എനിക്കൊരു പേനുണ്ട്. യു ഹാവ് എ പെൻ, നിങ്ങളുടെ അടുത്തൊരു പേനുണ്ട്. ഈ അർത്ഥത്തിലൊക്കെ അതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഹാസ് റിട്ടൺ, എഴുതിയിട്ടുണ്ട്. ആ ഉണ്ട് എന്നുള്ള അർത്ഥം മനസ്സിലുണ്ടാവണം. ഹാസ് ഹാവിനും ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. അതിന് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു സാധനം അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കേണ്ടത് ദർ ഈസ് എന്നും ദേർ ആർ എന്നാണ്. ഇനി അതിന് വേറെ ഉണ്ട്. ഈ ദർ ഈസും ദേർ ആറിനും ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. ദർ വിൽ ബി, ഉണ്ടായിരിക്കും, ആ രീതിയിലുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് അത് പറയാൻ കൂടുതൽ അതിലേക്ക് പോകേണ്ട, അത് മറ്റുള്ള യൂസേജിൽ നമ്മൾ പഠിക്കുക. ഇവ നമ്മുടെ അടുത്ത പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോകാം. പാസ്റ്റ് നമ്മൾ സിമ്പിൾ പഠിച്ചു, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റിൽ നമ്മൾ ഹാസ് റിട്ടൺ, ഹാവ് റിട്ടൺ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം, ഉണ്ടായിരുന്നു. നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഹാസും ഹാവും ഉണ്ടായിരുന്നെങ്കിൽ 2 ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. ഈ സെൻസിൽ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ സിമ്പിളും
ഈ വാസും വേറൊക്കെ പഠിക്കാൻ വളരെ എളുപ്പം. അതുപോലെ തന്നെ ഹാഡ് ഒരൊറ്റ എണ്ണേ ഉള്ളൂ. സബ്ജക്റ്റ് സിംഗുലറായി വന്നാലും പ്ലൂറലായിട്ട് കർത്താവ് വന്നാലും ഏകവചനമായിട്ട് വന്നാലും ഹാഡ് എന്ന് എഴുതിയിട്ട് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എങ്ങനെയാണോ പ്രസൻറ്റ് പെർഫെക്റ്റ്ലി പഠിച്ചത് അതുപോലെ തന്നെ പഠിക്കാനുള്ളത്. അത് ഓർമ്മിച്ചാൽ മതി. അതാണ് ഒന്ന് തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം കണ്ടിന്യൂഷൻ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ മാത്രമേ മറ്റുള്ള ടെൻസുകളിലുള്ളൂ. അപ്പോൾ ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് നന്നായിട്ട് ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളത് പഠിക്കാൻ വളരെ എളുപ്പമാവും. അപ്പോൾ ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സബ്ജക്റ്റിന് ശേഷം ഹാഡ് എഴുതിയിട്ട് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കേണ്ടത്. അറിയാമല്ലോ, ഓരോ വെർബിനും 3 രൂപം ഉണ്ടെന്ന് എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്. ഇപ്പോൾ റൈറ്റ് എന്നുള്ള വെർബ് എടുക്കുക, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇതാണ് 3 രൂപങ്ങൾ. ഇതിനെക്കുറിച്ച് വിഷമിക്കൊന്നും വേണ്ട, അത് എവിടുന്ന് കിട്ടും വിചാരിച്ചിട്ട് ടെൻഷനാവും വേണ്ട, അപ്പോൾ ടെൻസ് പഠിക്കാതിരിക്കും വേണ്ട. അത് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് അറേഞ്ച് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട അവിടെയല്ല, ഈ ഗ്രാമറിൻ്റെ നിയമങ്ങളിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതാണ് പലർക്കും അറിയാത്തത്. അതുകൊണ്ടാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയാത്തതും. ഫ്ലുവൻസി ഉണ്ടാവണമെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള ഗ്രാമർ പഠിക്കണം എന്നുള്ളതിന് യാതൊരു വ്യത്യാസവും ഇല്ല. അത് പഠിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ശുദ്ധ വിഡ്ഢിത്തരായിട്ട് പോകും. പറയുന്നവർക്ക് അറിയാത്തത് കൊണ്ട് അത് വിഡ്ഢിത്തരാണെന്ന് മനസ്സിലാവില്ല, പക്ഷെ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിക്കുക, കർത്താവ് നമ്മുടെ ഈ ടെൻസ്, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ ടെൻസിൽ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ കർത്താവ് ഏകവചനമായാലും ബഹുവചനമായാലും അതിനുശേഷം ഹാഡ് എന്ന് എഴുതുക, അതിനുശേഷം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ടെൻസായി. പക്ഷേ ഈ ടെൻസിൽ എങ്ങനെയാണ്? ഇപ്പോൾ ഐ ഹാഡ് റിട്ടൺ എന്ന് പറഞ്ഞു, എന്താ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന രീതിയിൽ പറയണമെങ്കിൽ നമ്മൾ ഈ ടെൻസിനെ ആശ്രയിക്കണം. ഇനിയിപ്പോൾ ഒരു മനസ്സിലൊന്ന് തോന്നി, അയ്യോ ഇനിയിപ്പോൾ ഞാൻ ഏത് ടെൻസിലാണ് അത് ഉപയോഗിക്കേണ്ടത് വിചാരിച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഐ ഹാഡ് റിട്ടൺ. ഇനിയിപ്പോൾ ഏത് ടെൻസിന് തിരഞ്ഞെടുക്കണമല്ലോ 12 എണ്ണത്തിൽ, അങ്ങനെയൊന്നും വിചാരിക്കാനില്ല. നിങ്ങളിത് പഠിച്ചു കഴിയുമ്പോഴേക്കും വളരെ ഈസി ആയിട്ട് മാറും. തറവായിട്ട് പഠിക്കുക, പുസ്തകത്തിൽ എഴുതുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യണം. എനിക്ക് ഇവിടുന്ന് ഒന്നും ഞാൻ ഹെൽപ്ലെസ് ആണ്. ഇത് ഫേസ് ടു ഫേസ് ഉള്ള ക്ലാസ് ആണ്, അത് ഓൺലൈൻ ക്ലാസ് പോലെയാണ്, ഇത് വീഡിയോ ആണ്. നേരിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടില്ല, ശരിയാവില്ല, പഠനക്രമം ശരിയാവില്ല. അപ്പോൾ ഒരു ടെൻസ് ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാലും ശരിയാവില്ല. അപ്പോൾ നമ്മൾ ബാക്ക് ടു അവർ ലെസൺ, നമ്മൾ ലെസണിലേക്ക് വരാം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാഡ് ചേർത്തിട്ട് അതിന് ശേഷം വരുന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. ഗൗതം ഹാഡ് റിട്ടൺ എ ലെറ്റർ. അതിൻ്റെ അർത്ഥം ഗൗതം ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി 2 പേരാണ്, ഗൗതം ആൻഡ് മാധുരി ഹാഡ് റിട്ടൺ. അവിടെ 2 പേര് വന്നാലും 3 പേര് വന്നാലും 1000 പേര് വന്നാലും ബഹുവചനമാണെങ്കിൽ ഹാഡ് റിട്ടൺ. അപ്പോൾ ഏകവചനം ആയാലും ബഹുവചനം ആയാലും ഹാഡ് എന്ന് എഴുതിയിട്ട് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. അർത്ഥം എങ്ങനെ വരും? എഴുതിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിച്ചിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു, ഈ രീതിയിൽ അർത്ഥമായി. ഇനി ഇതിന് നമുക്ക് നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പോയിട്ടുണ്ടായിരുന്നു, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നോട്ട് ചേർക്കാൻ ഒരു പരിപാടിയുണ്ട് അറിയാത്തവർ, അതങ്ങനെ പാടില്ല. ഇതിലൊരു നിയമമുണ്ട്. അപ്പോൾ ഗൗതം ഹാഡ് നോട്ട് റിട്ടൺ, നമ്മൾ ഹാസ് നോട്ട് റിട്ടൺ, ഹാവ് നോട്ട് റിട്ടൺ എന്ന് പറഞ്ഞു അവിടെ 2 എണ്ണം പഠിക്കാണ്ട്, ഇവിടെ ഒറ്റ എണ്ണേ പഠിക്കാനുള്ളൂ, ഹാഡ് റിട്ടൺ എന്നുള്ളത്. ഹാഡ് നോട്ട് റിട്ടൺ, ഗൗതം ഹാഡ് നോട്ട് റിട്ടൺ എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഗൗതം ആൻഡ് മാധുരി ഹാഡ് നോട്ട് റിട്ടൺ, ഗൗതമും മാധുരിയും ചേർന്ന് ബഹുവചനായി ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഐ എന്നാണെങ്കിലോ ഐ ഹാഡ് നോട്ട് റിട്ടൺ. ഐക്ക് ഒരു പ്രത്യേകതയില്ല, ഐക്കും കൂടെ ഹാഡ് തന്നെയാണ്. വി ഹാഡ് റിട്ടൺ, ഞങ്ങളാണെങ്കിലും വി ഹാഡ് റിട്ടൺ, ദേ ഹാഡ് റിട്ടൺ, യു ഹാഡ് റിട്ടൺ. പ്രത്യേകം ഓർമ്മിക്കുക, ഐ ഹാഡ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അവർ എഴുതിയിട്ടുണ്ടായിരുന്നു, യു ഹാഡ് റിട്ടൺ, നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു, വി ഹാഡ് റിട്ടൺ, ഞങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിലാണ് വരിക. ഇനി നമ്മൾ നെഗറ്റീവ് പറഞ്ഞ ഐ ഹാഡ് നോട്ട് റിട്ടൺ, വി ഹാഡ് നോട്ട് റിട്ടൺ, യു ഹാഡ് നോട്ട് റിട്ടൺ, ദേ ഹാഡ് നോട്ട് റിട്ടൺ. അവർ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിനെ ചോദ്യമാക്കുകയാണെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നോ? ഹാഡ് ഐ റിട്ടൺ, ഹാഡിനെ മുന്നിൽ കൊണ്ടുവന്നു. ഇനി ബഹുവചനമാണെങ്കിൽ ഹാഡ് ഗൗതം ആൻഡ് മാധുരി റിട്ടൺ, ഗൗതം മാധുരി എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇനി ഞങ്ങളാണെങ്കിൽ ഹാഡ് വി റിട്ടൺ, ഞങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഇല്ല, ഐ ഹാഡ് നോട്ട് റിട്ടൺ, ദേ ഹാഡ് നോട്ട് റിട്ടൺ, വി ഹാഡ് നോട്ട് റിട്ടൺ, ദേ ഹാഡ് നോട്ട്. ഈ രീതിയിലാണ് നമ്മളതിനെ നെഗറ്റീവ്. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഹാഡ് ഐ റിട്ടൺ, ഹാഡ് മുന്നിൽ കൊണ്ടുവന്നു. ഇനി ഇതിൽ നമുക്ക് വാട്ട്, വേർ, വൈ, ഹൗ എന്ന് വെച്ചിട്ടാണോ ചോദ്യം ഉണ്ടാക്കേണ്ടെങ്കിൽ മുന്നിൽ പഠിച്ച പോലെ തന്നെയാണ് വാട്ടിനെ മുന്നിലേക്ക് കൊണ്ടുപോകുക. വാട്ട് ഹാഡ് ഐ റിട്ടൺ, ഞാൻ എന്താ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഹാഡ് ഐ ടോൾഡ് യു, വാട്ട് ഹാഡ് ഐ ടേക്കൺ, വാട്ട് ഹാഡ് ദേ ടോൾഡ് യു, അവർ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളോട് എന്താ അവരോട് ഉണ്ടായിരുന്നില്ലേ എന്നാണ് ചോദിക്കേണ്ടത്. അവരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ ഹാഡിനോട് കൂടെ നോട്ട് ചേർക്കണം. ഹാഡൻ ഡിഡ് ദേ ടോൾഡ് യു എനിത്തിങ്,
ഹാഡ് നോട്ട്, ഹാഡിൻ്റെ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു ഹാഡ് നോട്ട് എന്നാണ്. ഹാഡ് നോട്ടിനെ ഞാൻ എളുപ്പത്തിൽ ഹാഡിൻ്റ് എന്ന് പറഞ്ഞു. ഹാഡ് നോട്ട് ദേ ടോൾഡ് യു എനിത്തിങ്. അപ്പോൾ ഈ രീതിയിലാണ് അതിനെ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കുന്നത്. ഹാഡ് നോട്ട് ആക്കിയിട്ട് നമ്മൾ മുന്നിലിട്ട് കഴിഞ്ഞാൽ അതും ചോദ്യം. ഇനി വാട്ട് ഹാഡ് എന്നാണെങ്കിൽ വാട്ട് ഹാഡ് ദേ ടോൾഡ് യു, വാട്ട് ഹാഡ് ദേ ടോൾഡ് മീ. ഈ രീതിയിലാണ് ഇതിനെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ മറക്കാതിരിക്കണം. സത്യത്തിൽ ഇത് കൃത്യമായിട്ട് ഓർമ്മിക്കണം. ഹാഡ് എന്നുള്ളത് ഉണ്ടായിരുന്നു, ഹാഡ് റിട്ടൺ എഴുതിയിട്ടുണ്ടായിരുന്നു. ഐ ആണെങ്കിലും യു ആണെങ്കിലും വി ആണെങ്കിലും ദേ ആണെങ്കിലും ഒരാളാണെങ്കിലും ഗൗതമൻ മാധുരി ആണെങ്കിലും ഹാഡ് എഴുതിയതിന് ശേഷം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസായി. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ, നെഗറ്റീവ് ഉണ്ടാക്കാൻ ഹാഡ് നോട്ട് റിട്ടേൺ. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഹാഡിന് ആദ്യം കൊണ്ടുവരുന്നു. ഹാഡ് ദേ റിട്ടേൺ, ഹാഡ് ഐ റിട്ടേൺ. ഇനി അങ്ങനെ ഉണ്ടായിരുന്നില്ലേ ചോദിക്കുക, ഹാഡിൻ്റെ ഐ റിട്ടേൺ, ഹാഡിൻ്റെ ദേ റിട്ടേൺ. ഇത്രയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇനി വാട്ട് ഹാഡ് ദേ റിട്ടേൺ, ഹൗ ഹാഡ് ദേ റിട്ടേൺ, ഹൗ ഹാഡ് വി റിട്ടേൺ. ഈ രീതിയിലാണ് ചോദ്യം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ടെൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക, ഓർമ്മിക്കേണ്ടത് ഇതാണ്. ഹാഡ് റിട്ടേൺ എഴുതിയിട്ടുണ്ടായിരുന്നു, ഹാഡ് നോട്ട് റിട്ടേൺ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ മനഃപ്പാഠമാക്കിയിട്ട് നമ്മൾ ഹൃദിസ്ഥമാക്കണം. എന്നാലാണ് നമ്മൾക്കിത് തറവായിട്ട് പഠിയുള്ളൂ. നിങ്ങൾ അതോടുകൂടെ എക്സർസൈസ് എഴുതുന്ന പോലെ സെൻറ്റൻസ് ഈ പഠിച്ച നിയമങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് പഠിയും, ഒരിക്കലും മറക്കില്ല. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ലൈവ് ക്ലാസ് കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒന്ന് ശ്രദ്ധിക്കുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താല്പര്യമുള്ളവർക്ക് ഫ്രണ്ട്സും റിലേറ്റീവ്സും ആരാണെങ്കിലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങളത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും വീഡിയോൻ്റെ കിട്ടും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.